വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 21-ാം വാക്യത്തിലെ മാർത്ത യേശുവിനോട് പറഞ്ഞു, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് തകർച്ചയുടെ കാരണങ്ങൾ കണ്ടെത്തിയാൽ അത് പരിഹരിക്കാൻ എളുപ്പമാണ് എന്ന വിഷയമാണ്. ഈ ശുശ്രൂഷ നിർവഹിക്കുവാനുള്ള കാരണം, പ്രത്യേകിച്ച് ഈ ചാനലിലൂടെ നിർവഹിക്കുവാനുള്ള കാരണം, ഈ ശുശ്രൂഷ എല്ലാവരിലേക്കും എൻ്റെ ധ്യാനം വഴി എത്താറില്ലായിരുന്നു. ഇന്ന് ലോകത്തിൽ അനേക മനുഷ്യരുടെ ജീവിതങ്ങളിൽ മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത തകർച്ചകളിലാണ്. കർത്താവിൻ്റെ സുവിശേഷവുമായി ഇത്രയും കാലത്തെ ജീവിതത്തിൽ കടന്നു പോകാനിടയായപ്പോൾ അനേകരുടെ കണ്ണുനീരുകൾ കാണുകയും അനേകരുടെ വേദനകൾ കേൾക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ശുശ്രൂഷ ആത്മാവിൽ നിർവഹിക്കുന്നത്. അനേക ഇടവകകളിൽ, അനേക കുടുംബങ്ങളിൽ, അനേകരുടെ ജീവിതങ്ങളിൽ ദൈവം ഇടപെടുന്നത് അത്ഭുതകരമായി കാണാൻ കഴിഞ്ഞു. ഇന്ന് മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത വിവിധ പ്രശ്നങ്ങളിൽ മനുഷ്യൻ കടന്ന് നട്ടം തിരിയുകയാണ്. എന്നാൽ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ കർത്താവിൻ്റെ ആത്മാവിൽ ഞാൻ പറഞ്ഞോട്ടെ, യേശുക്രിസ്തുവിന് പരിഹരിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണം, അത് പ്രാപിക്കണം. 2, യേശുവിന് സുഖപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ ഒരു രോഗമോ നിങ്ങളുടെയോ നിങ്ങളുടെ ശരീരത്തിലോ ആത്മാവിനോ മനസ്സിനോ ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണം. 3, യേശു ക്ഷമിക്കാത്തതായിട്ട് ഒരു പാപവും നിങ്ങളോ ഞാനോ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുകയും അത് പ്രാപിക്കുകയും ചെയ്യണം. അനേകരുടെ ജീവിതങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അസ്വസ്ഥരാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അനേകരുടെ കുടുംബങ്ങളിൽ, അനേക ഇടവകകളിൽ മറഞ്ഞിരിക്കുന്ന ശത്രുവുണ്ട്. മറഞ്ഞിരിക്കുന്ന ശത്രുവിനെ തിരിച്ചറിയാതെ കൃപയിൽ തിളഞ്ഞു നിന്ന് യുദ്ധം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. മറഞ്ഞിരിക്കുന്ന ശത്രുവാണ് പിശാച്. ഈ ശത്രുവാണ് പരാജയങ്ങൾ വരുത്തി വെക്കുന്നത്. ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, അനേക ഇടവകകളിലെ അജപാലന സമിതിയും ദേവാലയ ശുശ്രൂഷകരും വൈദികനും ഒരുമിച്ച് ആത്മാവിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഈ മറഞ്ഞിരിക്കുന്ന ശത്രു അനുവദിക്കുന്നില്ല. മറഞ്ഞിരിക്കുന്ന ശത്രു ദേവാലയ ശുശ്രൂഷകൾ, ദൈവരാജ്യ ശുശ്രൂഷകൾ ആത്മാവിൽ നിർവഹിക്കുവാൻ അനുവദിക്കാതെ മറഞ്ഞിരുന്നു കൊണ്ട് അസ്വസ്ഥതയും കലഹങ്ങളും ഭിന്നതയും വിതച്ച് ശുശ്രൂഷകളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. കൃപയിലായിരിക്കുന്നവർ ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ശത്രുവിനെ കീഴ്പ്പെടുത്താൻ കഴിയുകയുള്ളൂ. അതുപോലെ അനേക കുടുംബങ്ങളിലെ ഈ മറഞ്ഞിരിക്കുന്ന ശത്രു കുടുംബ ബന്ധങ്ങളെ ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന്, ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് പുറത്തു പോയി കഴിഞ്ഞാൽ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു കുടുംബമില്ല എന്ന് സമൂഹത്തിലുള്ള പലരും പറയും. എന്നാൽ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴത്തേന് മാതാപിതാക്കൾ പറയുന്ന മക്കൾക്കോ, മക്കൾ പറയുന്ന മാതാപിതാക്കൾക്കോ, ഭാര്യ ഭർത്താക്കന്മാർക്കോ പരസ്പരം മനസ്സിലാവുന്നില്ല. നിസ്സാര കാര്യങ്ങളിൽ കലഹമാണ്. അനേക കുടുംബങ്ങളിൽ സമാധാനം എടുക്കപ്പെട്ടിരിക്കുകയാണ്. പിന്തിരിഞ്ഞു നോക്കുമ്പോഴത്തേന് എന്തിനു വേണ്ടിയാണ് കലഹിച്ചതെന്നോ എന്തിനു വേണ്ടിയാണ് അസ്വസ്ഥത വിതച്ചതെന്നോ ആർക്കും മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഒട്ടനവധി കുടുംബങ്ങളിലെ സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്, ഡിഗ്രിയുണ്ട്, ഒന്നിലധികം മക്കൾക്ക് വിവാഹം നടക്കുന്നില്ല. ഇതെല്ലാം ഉണ്ടായിട്ടും വിവാഹം നടക്കുന്ന, ഉദാഹരണത്തിന് 1,39,000 യുവജനങ്ങൾ കേരളത്തിൽ 25-നും 50-നും ഇടയ്ക്ക് കല്യാണം നടക്കാതിരിപ്പുണ്ട്. ഇനി വിവാഹം നടന്നാലോ? വിവാഹം നടന്നു കഴിഞ്ഞാൽ അധികം നാൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന ശത്രു. ചില ഏരിയ കേന്ദ്രീകരിച്ച് ദുർമരണങ്ങളും ആത്മഹത്യകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഇടവപ്പള്ളിയിൽ ധ്യാനിപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് ശുശ്രൂഷ 2-ാം ദിവസം വൈദികൻ പറയാണ്, ബ്രദറെ, ഈ ഇടവകയിൽ 70% സ്ത്രീകളും വിധവകളാണ്. 70% സ്ത്രീകളുടെ കൂടെ പുരുഷന്മാരെ ഒരുമിച്ച് ജീവിക്കുവാൻ അനുവദിക്കുന്നില്ല. അവർ ആ ചെറുപ്പത്തിൽ തന്നെ പിശാച് ജീവൻ അപഹരിക്കുകയാണ്. പിറ്റേ ദിവസം ക്ലാസ് കഴിയുമ്പോഴത്തേനും ഒട്ടനവധി യുവാക്കൾ മാരക രോഗത്താൽ വരികയാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി വരികയാണ്. എനിക്ക് അവിടെ മനസ്സിലായത്, സാറായിയുടെ 7 ഭർത്താക്കന്മാരെ ഒരു ദിവസം കൊണ്ട് ജീവൻ അപഹരിച്ച സ്പിരിറ്റാണ്. ഇന്നത്തെ ഏറ്റവും വേദനകരമെന്ന് പറയട്ടെ, ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥിനികൾക്കും യുവജനങ്ങൾക്കും ജീവിത ദർശനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്താണോ ചെയ്യുന്നതെന്ന്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് പോലും അറിയുന്നില്ല. കോളേജിലും സ്കൂളിലും പോയി കഴിഞ്ഞാൽ ക്ലാസ്സിൽ കയറണമെന്നില്ല, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ബുക്ക് എടുക്കണമെന്നില്ല. ഏതോ ഒരു ലോകത്തിൽ അവർ കുരുക്കപ്പെട്ട് കഴിഞ്ഞു.
ഒരു കൊച്ചി ടി വിയിലായിരിക്കാം കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ഒരു ഗെയിമിലായിരിക്കാം, ഒരു ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം, മൊബൈൽ ഫോണിലായിരിക്കാം. അവരുടെ ദർശനബോധം നഷ്ടപ്പെട്ടു. ജീവിതത്തെക്കുറിച്ചുള്ള ജീവിത ദർശനം നഷ്ടപ്പെട്ടുകൊണ്ടാണ് യുവജനങ്ങൾ ഇന്ന് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനേകരുടെ ജീവിതങ്ങളിൽ, ഇത് കേൾക്കുന്ന നിങ്ങളുടെയും ജീവിതമായിരിക്കാം ഇത്, സമ്പത്ത് വരുന്ന വഴി അറിയാം, പോകുന്ന വഴി അറിയത്തില്ല. ഭാര്യയും ഭർത്താവും മക്കളും ജോലി ചെയ്യുന്നു, മാസാമാസങ്ങൾ ലക്ഷക്കണക്കിന് രൂപ കൈകളിലൂടെ വരുന്നു. എന്നാൽ 30 ദിവസം തികയുന്നതിന് മുമ്പ് എങ്ങോട്ട് പോകുന്നെന്ന് പോലും അറിയുന്നില്ല. ഇത് നിരവധി വ്യക്തികളുടെ വേദനയാണ്. ദുരിതങ്ങൾ, തകർച്ചകൾ, കാരണങ്ങൾ അറിയാത്ത പ്രതിബന്ധങ്ങൾ മനുഷ്യനെ വരിഞ്ഞ് മുറുക്കിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതൊന്നും ദൈവം തരുന്നതല്ല. ഈ തകർച്ചകളോ ഈ പരാജയങ്ങളോ നമ്മുടെ കർത്താവ് അനുവദിക്കുന്നതല്ല, തരുന്നതല്ല. നമ്മുടെ കുഞ്ഞിന് ഒരു ചെറിയ രോഗം വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ കുഞ്ഞിന് ഒരു ദുരിതം വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, നമ്മളെക്കാൾ ക്രൂരനാണോ നമ്മുടെ ദൈവം? നമ്മുടെ ദൈവം സർവശക്തനാണ്. ദൈവം അപ്പനാണ്. അപ്പനായ ദൈവം എൻ്റെ കണ്ണ് നനയാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, എൻ്റെ കണ്ണ് ചെറുതായിട്ടൊന്ന് നനയാൻ പോലും എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഈ തകർച്ചകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? ഇതിന് ഒരു ആൻസർ തരുന്നത് മാർത്തായും മറിയവും ആണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 21-ാം വാക്യത്തിൽ ആദ്യം കേട്ടത് മാർത്ത പറഞ്ഞ വാക്കാണ്. 32-ാം വാക്യത്തിൽ കുറച്ച് സമയം കഴിയുമ്പോൾ മറിയം വന്ന് അതേ വാക്ക് തന്നെയാണ് ആവർത്തിക്കുന്നത്. മറിയം വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. യേശു നഷ്ടപ്പെട്ടു പോയതാണ് ജീവിതത്തിൻ്റെ തകർച്ചയെന്ന് സഹോദരി ഇന്ന് തിരിച്ചറിയണം. യേശു നഷ്ടപ്പെട്ടു പോയതാണ് ബിസിനസ്സിൻ്റെ പരാജയം. യേശു നഷ്ടപ്പെട്ടു പോയതാണ് കുടുംബ ബന്ധങ്ങളുടെ പരാജയം. യേശു നഷ്ടപ്പെട്ടു പോയതാണ് ദുരിതങ്ങളുടെ കാരണം. അതുകൊണ്ട് സമ്പത്തുള്ളപ്പോൾ ദൈവത്തെ ആരാധിക്കണം. സമ്പത്ത് ക്ഷയിച്ച് ദൈവത്തെ അന്വേഷിക്കുന്നതിനേക്കാളുപരി ആരോഗ്യമുള്ളപ്പോൾ ആരോഗ്യത്തെ ഓർത്ത് ദൈവത്തെ ആരാധിക്കണം. ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞ് രോഗം പിടിപെട്ട് ധ്യാനകേന്ദ്രങ്ങൾ കയറി ഇറങ്ങുന്നതിന് മുമ്പ് ആരോഗ്യം തന്ന ദൈവത്തെ ആരോഗ്യമുള്ളപ്പോൾ ആരാധിക്കണം. മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് സ്നേഹത്തിലായിരിക്കുമ്പോൾ ആ സ്നേഹം ശിഥിലമാകുന്നതിന് മുമ്പ് ആ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ ആരാധിക്കണം. ഭാര്യ ഭർത്ത ബന്ധത്തിൻ്റെ മധ്യഭാഗത്ത് നിന്നും ദൈവമായ കർത്താവ് എപ്പോൾ നഷ്ടപ്പെട്ടോ അപ്പോൾ ആദവും ഔവ്വയും ശിഥിലമായി. കുടുംബജീവിതത്തിൻ്റെ മധ്യഭാഗത്ത് നിന്നും ദൈവമായ കർത്താവ് നഷ്ടപ്പെടുമ്പോൾ, കുടുംബത്തിൻ്റെ മധ്യഭാഗത്ത് നിന്നും യേശു നഷ്ടപ്പെടുമ്പോൾ കുടുംബം ശിഥിലമാകും. ഭാര്യയും ഭർത്താവും സ്നേഹിച്ചിരിക്കുമ്പോൾ ഒരുമിച്ചായിരുന്ന് ആ യേശുവിനെ ആരാധിക്കണം, യേശു നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി. തകർച്ചകളുടെ കാരണം, ഇന്നലെ വരെയും ചങ്കിനോട് ചേർന്നിരുന്ന മക്കൾ ഇന്ന് പാപത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചുവെങ്കിൽ, നമ്മളുടെ സ്വപ്നങ്ങൾ ശിഥിലമാക്കിക്കൊണ്ട് നമ്മുടെ ചങ്കിൽ ചവിട്ടിയിട്ട് ഇറങ്ങിപ്പോയെങ്കിൽ ഓർത്തുകൊള്ളുക, മക്കളുടെ ജീവിതത്തിൽ നിന്നും യേശു നഷ്ടപ്പെട്ടു പോയതാണ്. ബിസിനസ് നല്ലതുപോലെ വളർന്ന് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഒരുപാട് പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ മല പോലെ കുന്നുകൂട്ടി ആ ബിസിനസ് ശിഥിലമായി സ്വപ്നങ്ങൾ താരുമാറായിപ്പോയെങ്കിൽ ഓർത്തുകൊള്ളുക സഹോദരി, ആ ബിസിനസ്സിൽ യേശു നഷ്ടപ്പെട്ടു പോയതാണ്. ബന്ധങ്ങൾ ശിഥിലമായെങ്കിൽ ആ ബന്ധങ്ങൾ യേശു നഷ്ടപ്പെട്ടു പോയതാണ്. ബന്ധങ്ങളിലെ സമ്പത്ത് ശിഥിലമായെങ്കിൽ ആ സമ്പത്തിൻ്റെ മധ്യത്തിൽ നിന്നും യേശു നഷ്ടപ്പെട്ടു പോയതാണ്. അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ ദുരിതത്തിലാണോ, ഏതൊക്കെ തകർച്ചയിലാണോ, ഏതൊക്കെ പരാജയത്തിലാണോ, ഈ യാഥാർത്ഥ്യം തിരിച്ചറി സഹോദരി. മാർത്തായും മറിയവും യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീണുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അങ്ങിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ. മാർത്തായോടും മറിയത്തോടും ചോദിച്ചു, എവിടെയാണ് അവനെ അടക്കിയിരിക്കുന്നത്? 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ കണ്ണുനീരിൻ്റെ മധ്യത്തിൽ നിന്നും 33 വയസ്സുകാരനായ യേശു കണ്ണുനീര് പൊഴിച്ചിട്ടാണ് പറഞ്ഞത്, ലാസറേ പുറത്തു വായെന്ന്. ലാസറേ പുറത്തു വായെന്ന്. നമ്മുടെ കയ്യിരിപ്പ് കൊണ്ടാണെങ്കിലും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരി, നീ ഇത് തിരിച്ചറി. കർത്താവേ, അങ്ങ് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് എൻ്റെ കുടുംബം പരാജയപ്പെട്ടിരിക്കുന്നത്, അങ്ങ് കടന്നു വരണമേ എന്ന്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അരികിലേക്ക് യേശു കടന്നു ചെന്നതിന് ശേഷം അവരുടെ സകല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൽ അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ കർത്താവിനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിലായിരിക്കാം.
അവരുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് യേശു പ്രവർത്തിച്ചത് പ്രിയപ്പെട്ടവരെ അവരുടെ തിരിച്ചറിവാണ്. 2023 ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കാരണങ്ങളറിയാത്ത തകർച്ചകളോ, കാരണങ്ങളറിയാത്ത ദുരിതങ്ങളോ, തോരാത്ത കണ്ണുനീരുകളോ, പ്രതിബന്ധങ്ങളോ ഇന്ന് വരിഞ്ഞു മുറുകി പിടിമുറുക്കിയിരിക്കുന്നുവെങ്കിൽ ആ ചങ്ങലകളെ പൊട്ടിക്കാൻ ലോകത്തിന് കഴിയില്ല, എനിക്കും നിങ്ങൾക്കും കഴിയില്ല. എന്നാൽ കഴിയുന്ന ഒരുവനുണ്ട്. കഴിയുന്ന ഒരുവൻ്റെ പേരാണ് കർത്താവായ യേശു. ആ കർത്താവിനെ പ്രിയപ്പെട്ടവരെ, യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നടത്തുന്ന ബിസിനസ് ഇന്ന് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കപ്പുറത്ത് അത് വളരുന്നുണ്ടായിരിക്കാം. അതൊരു അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് കാണുന്നതെല്ലാം ഒരവസ്ഥ മാത്രമാണ്. അവസ്ഥയെ കണ്ടുകൊണ്ട് യാഥാർത്ഥ്യമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നമുക്ക് മുമ്പേ ഉണ്ടായിരുന്ന അനേകരുടെ ജീവിതങ്ങളിൽ ഇതേ അവസ്ഥയിൽ കടന്നുപോയതാണ്. അബ്രഹാമും ലോത്തും സമ്പന്നതയുടെ നടുവിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ലോത്തിനോട് അബ്രഹാം പറയുകയാണ്, ലോത്തെ, നമ്മൾ സഹോദരങ്ങളാണ്. നമ്മുടെ ഇടയന്മാർ തമ്മിലുള്ള അടി നമ്മളിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് പിരിയാം, നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. ലോത്ത് നോക്കുമ്പോൾ സോദോമിൽ ഫലപുഷ്ടിയായ ജലപുഷ്ടിയുള്ള ഭൂമി കണ്ട് അത് ലോത്ത് മോഹിച്ച് അതെടുത്ത്. എന്നാൽ ഒരു വരി ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അത് സോദോമിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു ആ നേട്ടം, ആ ഫലപുഷ്ടി. ഇന്ന് അനേകരുടെ മനസ്സിൽ യേശുവിനെ മാറ്റി നിർത്തിയിട്ട് കുടുംബ ബന്ധങ്ങൾ പടുത്തുയർത്തി മക്കളെ പഠിപ്പിച്ച് UK-യിലേക്കും വിവിധ രാജ്യങ്ങളിലേക്കും സ്വപ്നങ്ങൾ കണ്ട് പടുത്തുയർത്തി വിടുമ്പോഴും അത് കണക്കിന് ബിസിനസ്സിൽ നിന്നും ബിസിനസ്സിലേക്കും അധികാരത്തിൽ നിന്ന് അധികാരങ്ങളിലേക്കും സാമ്രാജ്യത്തിൽ നിന്ന് സാമ്രാജ്യങ്ങളിലേക്കും ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പടുത്തുയർത്താൻ നോക്കുന്ന ദൈവജനമേ, നിങ്ങൾ തിരിച്ചറി, ഇതൊരവസ്ഥയാ. അവസ്ഥ യാഥാർത്ഥ്യമല്ല. അതുകൊണ്ട് കർത്താവ് നഷ്ടപ്പെട്ടു പോകരുത്. ഈ ദുരിതത്തിൽ കഴിയുന്ന ദൈവജനം തിരിച്ചറി. നിങ്ങൾ അവിടെ കിടന്ന് നിരാശപ്പെടാതെ യേശു നഷ്ടപ്പെട്ടതാണെന്ന തിരിച്ചറിവോടുകൂടി യേശുവിനെ സ്വീകരിര്. കർത്താവെ, അങ്ങൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരണമേ എന്ന് വിളിച്ചതുപോലെ, സക്കയോസ് കൂട്ടിക്കൊണ്ടു പോയതുപോലെ, ശതാധിപൻ പറഞ്ഞതുപോലെ ഞാനും നിങ്ങളും പറയണം പ്രിയപ്പെട്ടവരെ. ബർത്തമ്യൂസ് നിലവിളിച്ചതുപോലെ ഞാനും നിങ്ങളും നിലവിളിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത് സ്വപ്നങ്ങളുടെ മുമ്പോട്ട് പോകുന്നവരെ, നഷ്ടപ്പെടുന്നതിന് മുമ്പ് കർത്താവിനെ കൊണ്ട് പ്രതിഷ്ഠീരവിടെ. കർത്താവിൻ്റെ വേദനയാണ്. എൻ്റെയും നിങ്ങളുടെയും കണ്ണുനീര് നമ്മുടെ മക്കളെ ഓർത്തിട്ടാണെങ്കിൽ നമ്മളെ ഓർത്തുകൊണ്ട് കരയുന്ന ഒരപ്പനുണ്ട്. നമ്മളെ ഓർത്തുകൊണ്ട് നെടുവീർപ്പെടുന്ന ഒരപ്പനുണ്ട്. ആ അപ്പൻ്റെ വിലാപമെന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ജെറമ്യ 2:13, എൻ്റെ ജനം 2 തിന്മകൾ ചെയ്തു, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിക്കുകയും ജലം സൂക്ഷിക്കാൻ കഴിയാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. എൻ്റെ ജനം 2 തിന്മകളാണ് ചെയ്തത്. ഒന്ന്, ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ഈ ലോക നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി പൊട്ടക്കിണറുകൾ കുഴിക്കുകയാണ്. വീണ്ടും വിശേഷിപ്പിക്കുകയാണ് 3-ാം അധ്യായത്തിൽ 19 മുതൽ. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. ഇതാണ് ശിക്ഷാവിധി. യേശു ലോകത്തിലേക്ക് വന്ന് ലോകം മുഴുവൻ അന്ധകാരത്തിലായിരുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് പ്രകാശമായി കർത്താവ് വന്നിട്ടും മനുഷ്യന് ആ പ്രകാശം വേണ്ട, അന്ധകാരം മതിയായിരുന്നു. യോഹന്നാൻ 1:11-12 അവൻ ജനത്തിൻ്റെ അരികിലേക്ക് വന്നു. അവൻ സ്വന്തം ജനത്തിൻ്റെ അരികിലേക്ക് വന്നെന്നാണ് പറഞ്ഞത്, അന്യജനത്തിൻ്റെ അരികിലേക്കല്ല, പരദേശികളുടെ അരികിലേക്കല്ല. അവൻ സ്വജനത്തിൻ്റെ അരികിലേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. എത്ര ഭയാനകമായ അവസ്ഥയാണ്, എത്ര വേദനകരമായ അവസ്ഥയാണ്. എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാവാൻ അവൻ കഴിവ് നൽകി. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ, ദുരിതങ്ങൾ ഇപ്പോൾ ഉള്ളതല്ല. പകർച്ചവ്യാധികളും ദുരിതങ്ങളും വെള്ളപ്പൊക്കങ്ങളും മഹാമാരികളും ഈ 2018-ലോ 2022-ലോ ഉള്ളതല്ല പ്രിയപ്പെട്ടവരെ. ലോകമുണ്ടായ കാലം ഇത്രയും പകർച്ചവ്യാധികളും വെള്ളപ്പൊക്കങ്ങളും ദുരിതങ്ങളും പെയ്തിറങ്ങിയ ഭൂമിയിലാണ് ഞാനും നിങ്ങളും ചവിട്ടി നിൽക്കുന്നത്, ജീവിക്കുന്നത്. ഇനി യുഗാന്ത്യം വരെയും അതുണ്ടായിരിക്കും. അന്നും ഇന്നും ഇനി എന്നും വിശ്വാസത്തിൻ്റെ ധീരതയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളുടെ സ്ഥാനത്തായിരുന്നു കൊണ്ട് ആ പകർച്ചവ്യാധികളുടെ മധ്യേ
കർത്താവിനെ ആരാധിച്ചുകൊണ്ട് അതിനെയെല്ലാം നിസ്സാരമായി അതിജീവിക്കും. പകർച്ചവ്യാധികളും ദുരിതങ്ങളും കാലാകാലങ്ങളായി വന്ന സമയത്ത് അവർ മനുഷ്യരെയല്ല ആശ്രയിച്ചത്, അവർ അധികാരികളെയല്ല സമീപിച്ചത്, അവർ ലോകത്തെ നോക്കിയല്ല നിലവിളിച്ചത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിലായിരുന്നു വിശ്വാസികളുടെ പ്രത്യാശ മുഴുവൻ. ഭൂമി മുഴുവൻ വെള്ളപ്പൊക്കം കൊണ്ട് നിറഞ്ഞ സമയത്ത് 40 രാവും 40 ദിനവും മഴ പെയ്തിറങ്ങിയ ഭൂമി മുഴുവൻ ജലം കൊണ്ട് മൂടിയ സമയത്തും നോഗ എന്ന് പറയുന്നൊരു ദൈവമകൻ, വിശ്വാസത്തിൻ്റെ ധീരനായൊരു മകൻ മലയുടെ മുകളിൽ കൊണ്ടൊരു പെട്ടകം പണിതിരുന്നു. പ്രിയപ്പെട്ടവരെ, മലയുടെ മുകളിൽ പണിത സമയത്തും ആ പണിക്കാർ നോഗയെ പരിഹസിച്ച് കാണും. ഇവനെന്തോ കുഴപ്പം പിടിപെട്ടിട്ടുണ്ടോ, ഇവനെന്തോ മാനസികമായി എന്തെങ്കിലും പറ്റിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവത്തെ ദർശിച്ച് ദൈവത്തെ ആരാധിച്ച നോഗ വിശ്വാസം വഴി ആ ദൈവത്തെ കണ്ടു. അതാണ് 2 ദിനാവൃത്താന്തം ഇപ്രകാരമാണ് പറയുന്നത്. അവർ പറഞ്ഞു, യുദ്ധം, ഇതിവാദം, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അങ്ങയുടെ നാമം പേറുന്ന അധിവസിക്കുന്ന ഈ ആലയത്തിൻ്റെ മുമ്പിൽ അങ്ങയുടെ മുമ്പിൽ വന്ന് ഞങ്ങളുടെ ദുരിതങ്ങളുടെ ആഴത്തിൽ നിന്നും വിളിച്ചപേക്ഷിച്ചു, ഞങ്ങളുടെ പ്രാർത്ഥന ശ്രമിച്ചു, അങ്ങ് ഞങ്ങളെ രക്ഷിക്കും. ആ ഒരു പ്രത്യാശയാണോ യുദ്ധവും വാതയും മഹാമാരികളും വരുന്ന സമയത്ത് അങ്ങയുടെ ആലയത്തിൽ അങ്ങ് വസിക്കുന്നിടത്തിൽ വന്ന് അങ്ങേ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നായിരുന്നു പ്രിയപ്പെട്ടവരെ അന്നിങ്ങനെ അവർ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞത്. സങ്കീർത്തനം 107 19 മുതൽ 20 വരെയുള്ള തിരുവചനം പറയുകയാണ്. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ വിനാശത്തിന് രക്ഷിച്ചു. 107 സങ്കീർത്തനം 17 വാക്യത്തിൽ പറയുകയാണ്, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായിത്തീർന്നു, തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. ഓർത്ത് 2 മേഖല മനുഷ്യനെ ഭയപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് 2 മേഖലകൾ, കാരണങ്ങൾ അറിയാത്ത ദുരിതങ്ങൾ, അത് നമ്മൾ കേട്ടു. 2, മനുഷ്യൻ രോഗിയാണെന്ന് അറിയുന്ന നിമിഷം ഞെട്ടലോടുകൂടിയാണ്, മനുഷ്യനെ ഭയത്തോടു കൂടിയാണ് ജീവിതത്തെ നോക്കിക്കാണുന്നത്. ഇന്നലെ വരെയും തൻ്റെ ശരീരത്തിലും തൻ്റെ സൗന്ദര്യത്തിലും തൻ്റെ സമ്പത്തിലും ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചൊരു മനുഷ്യൻ കേവലം ഒരു രോഗത്തിൻ്റെ ഉടമയാണെന്നറിയുമ്പോഴത്തേന് ഞെട്ടലോടുകൂടിയാണ് ആ മനുഷ്യൻ ജീവിതത്തെ നോക്കി കാണുന്നത്. മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യൻ മരണത്തെക്കുറിച്ചാണ് അവൻ ചിന്തിക്കുന്നത്. ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാത്ത മനുഷ്യൻ ജീവിക്കാനുള്ള മോഹം വർദ്ധിക്കുകയാണ്. ദൈവമേ എന്ന് ജീവിതത്തിൽ വിളിച്ചിട്ടില്ലാത്ത വ്യക്തി ജീവിതത്തിൽ ദൈവമേ എന്ന് വിളിക്കുകയാണ്. എനിക്കറിയുന്നൊരു കന്യാസ്ത്രീ എന്നോട് പറഞ്ഞതാണ്, ഒരിക്കൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു കോടീശ്വരൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിക്ക് ക്യാൻസർ പിടിപെട്ട സമയത്ത് ഈ സിസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, സിസ്റ്റർ, എൻ്റെ പ്രിയപ്പെട്ട വ്യക്തിക്ക് ക്യാൻസറാണ്, ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന്. ഇന്നലെ വരെയും തൻ്റെ കോടികൾ കൊണ്ട് കേരളമല്ല ലോകം വിലയ്ക്ക് മേടിക്കാമെന്ന് പറഞ്ഞ് ധരിച്ചിരുന്ന ആ മനുഷ്യൻ തിരിച്ചറിയുകയാണ്, എൻ്റെ കോടികൾ കൊണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയുടെ ക്യാൻസറിനെ സുഖപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് വന്നപ്പോഴത്തേന് ഞെട്ടലോടുകൂടി ദൈവത്തെ നോക്കിക്കാണുകയാണ് പ്രിയപ്പെട്ടവരെ. അതാണ് സങ്കീർത്തകൻ പറയുന്നത്, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായിത്തീർന്നു, തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ എല്ലാവിധ ദുരിതത്തിലും അകപ്പെട്ടു. അതുകൊണ്ട് യേശു നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണം. യേശു നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത് അതിഭയാനകമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ യേശു നഷ്ടപ്പെട്ടിട്ടും ഇന്ന് അനേകർ നഷ്ടപ്പെടാത്ത രീതിയിലാണ് ജീവിക്കുന്നത്. ഈ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളൊരു ധാരണയിൽ അനേകർ ജീവിക്കുകയാണ്. സത്യത്തിൽ കർത്താവ് അനേകരുടെ ജീവിതത്തിൽ ഇല്ല. കർത്താവിൻ്റെ സാന്നിധ്യം ഇല്ല എന്ന് അനേകരുടെ ജീവിതത്തിൽ. നഷ്ടപ്പെട്ടു എന്ന് എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞാൽ നഷ്ടപ്പെട്ടതിനെ അന്വേഷിക്കാൻ എളുപ്പമാണ്. നഷ്ടപ്പെട്ടിട്ടും നഷ്ടപ്പെടാത്ത വിധത്തിൽ ജീവിക്കുന്നതാണ് അതിഭയാനകമായ അവസ്ഥ. സാംസൺ നിന്നും കർത്താവ് വിട്ടുപോയ കാര്യം സാംസൺ അറിഞ്ഞില്ല. സാംസനെ ചങ്ങലയ്ക്കകത്തും കയറുകൊണ്ടും ബന്ധിച്ച് കണ്ണ് ചുഴുന്നെടുത്ത് അടിമത്തത്തിലേക്ക് നയിച്ചപ്പോഴാണ് സാംസൺ അറിയുന്നത് കർത്താവ് തന്നിൽ നിന്നും വിട്ടുപോയ കാര്യം. സാബൂളിൽ നിന്നും
പരിശുദ്ധാത്മാവ് വിട്ടുപോയ കാര്യം സാബൂൾ അറിഞ്ഞില്ല. എന്നിട്ട് 13 വർഷം ഈ ശുശ്രൂഷ നിർവഹിക്കുകയാണ്. ദൈവം ഏൽപ്പിച്ച ദൗത്യം 13 വർഷം ചെയ്യുകയാണ്. പലപ്പോഴും പരിശുദ്ധാത്മാവിന് പകരം അശുദ്ധാത്മാവാണ് സാബൂൾ രാജാവിനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട ശുശ്രൂഷകരിലെ തിന്മയുടെ അരൂപി കടന്നു വരികയും മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ ഈ വ്യക്തി നിർബന്ധിക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, നമ്മുടെ തകർച്ചകളുടെ കാരണം, നമ്മുടെ പരാജയത്തിൻ്റെ കാരണം, ദുരിതങ്ങളുടെ കാരണം കർത്താവിനെ ബോധപൂർവവും അല്ലാതെയും നഷ്ടപ്പെടുത്തിയതാണെന്ന് തിരിച്ചറിയണം. നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞാൽ മാർത്തായും മറിയവും നിലവിളിച്ചതുപോലെ നിലവിളിക്കുവാൻ എളുപ്പമാണ്. നമ്മുടെ കണ്ണുനീര് കർത്താവിൻ്റെ സന്നിധിയിൽ വീണ് കഴിയുമ്പോൾ കർത്താവിൻ്റെ തിരുരക്തം കൊണ്ട് നമ്മുടെ അടിമത്തത്തെ തകർത്ത് കളയും. പ്രിയപ്പെട്ടവരെ, ധൂർത്തപുത്രൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്ന് പന്നിക്കൂട്ടിലായിരുന്ന സമയത്താണ് ധൂർത്തപുത്രൻ തിരിച്ചറിയുന്നത് പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും പിതാവിൻ്റെ കരുതലിനെക്കുറിച്ചും പിതാവിൻ്റെ കരുണയെക്കുറിച്ചും. ധൂർത്തപുത്രൻ തിരിച്ചറിഞ്ഞു. പന്നിക്കൂട്ടിലായിരുന്നു കൊണ്ട് ധൂർത്തപുത്രൻ നിലവിളിച്ച്, ധൂർത്തപുത്രൻ ചങ്ക് പൊട്ടി കരഞ്ഞു. കരഞ്ഞ ധൂർത്തപുത്രൻ തിരികെ വരുവാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ദൈവം ധൂർത്തപുത്രന് വേണ്ടി വഴിയൊരുക്കിയത് മാത്രമല്ല, അവൻ നഷ്ടപ്പെടുത്തിയതിൻ്റെ ഇരട്ടി ദൈവം തിരികെ കൊടുത്തു. ലാസറിനെ സഹോദരിമാർക്ക് തിരികെ കൊടുത്തതുപോലെ ധൂർത്തപുത്രന് നഷ്ടപ്പെടുത്തിയതിൻ്റെ ഇരട്ടി തിരികെ കൊടുത്തു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും ഈ ആത്മീയ ജീവിതത്തിലും ഈ ലോക ജീവിതത്തിലും അനുദിനം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ? കർത്താവിൻ്റെ കൂടെയാണോ ഞാൻ? കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, ഉറപ്പാണ്. പക്ഷേ ഞാൻ കർത്താവിൻ്റെ കൂടെയാണോ? ഞാൻ കർത്താവിനെ ഉപേക്ഷിച്ചോ? ഞാൻ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ കർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ടാണോ പോയത്? മീൻ പിടിക്കാൻ പോയ പത്രോസിനെ പോലെ ഞാൻ കർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ടാണോ പോയത്? ഞാനും നിങ്ങളും ഇപ്പോൾ ജീവിക്കുന്നത്, ശുശ്രൂഷ ചെയ്യുന്നത്, ദേവാലയത്തിൽ പോകുന്നത് കർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ടാണോ, കർത്താവിനോടൊപ്പമാണോ? പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഈ മണിക്കൂറിൽ കടന്നുപോയത് തകർച്ചയുടെ കാരണങ്ങൾ കണ്ടെത്തിയാൽ അത് പരിഹരിക്കാൻ എളുപ്പമാണെന്നുള്ളതാണ്. നമ്മൾ തന്നെ കണ്ടെത്തണം, നമ്മൾ തന്നെ പരിഹരിക്കാൻ കർത്താവിനെ കൂട്ടിക്കൊണ്ടുപോകണം. തകർച്ചയുടെ കാരണം ഒന്നേ ഉള്ളൂ, നമ്മുടെ സകല മേഖല, ഏത് മേഖലയിലാണോ പരാജയം അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി. കർത്താവേ, ആ സാന്നിധ്യം തരണമേ, എന്നെ തിരികെ കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.